അങ്ങനെ ഇപ്പോൾ ഹൾക്കിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് സ്പൈഡർമാൻ അറിയാമായിരിക്കുമെന്ന് വിചാരിച്ച് ക്യാപ്റ്റനും ബാക്കിയുള്ളവരും അവിടുന്ന് സ്പൈഡർമാനെ തേടി പോവുകയാണ്. അങ്ങനെ പിന്നീട് ഒട്ടും വൈകാതെ തന്നെ ക്യാപ്റ്റനും ബാക്കിയുള്ളവരും സ്പൈഡർമാനെ കണ്ടെത്തുന്നു. ഇപ്പോൾ സ്പൈഡർമാൻ ആണെങ്കിൽ വഴിയോരത്തിരുന്ന് ഭക്ഷണ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ക്യാപ്റ്റനെയും ബാക്കിയുള്ളവരെയും കണ്ടതും ഭയങ്കര സന്തോഷത്തിൽ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ഇനി നിങ്ങളെല്ലാവരും ഈ ഭക്ഷണ സാധനങ്ങൾ ഒന്നിച്ച് വിറ്റോളാൻ സ്പൈഡർമാൻ അവരോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഞങ്ങൾ എന്തിനാണ് ഇതെല്ലാം വിൽക്കുന്നതെന്നും മാത്രമല്ല നീ എന്തിനാണ് ഇതെല്ലാം വിറ്റുകൊണ്ടിരുന്നതെന്നും ക്യാപ്റ്റനും ബാക്കിയുള്ളവരും സ്പൈഡർമാനോട് ചോദിച്ചതും അപ്പോൾ തന്നെ സ്പൈഡർമാൻ താൻ ഈ ഭക്ഷണ സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് ഹൾക്ക് നേരത്തെ കഴിച്ച ഭക്ഷണത്തിന് വിലയ്ക്ക് പകരമായിട്ടാണെന്നും അത് ഹൾക്ക് നിങ്ങളോട് പറഞ്ഞില്ല എന്നും എങ്കിൽ താൻ പറയാമെന്നും പറഞ്ഞ് സ്പൈഡർമാൻ തനിക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ ക്യാപ്റ്റനോടും ബാക്കിയുള്ളവരോടും പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് തിങ് തന്നെ ചതിച്ചുവെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഹൾക്കിനെ താൻ കണ്ടുവെന്നും അപ്പോൾ തന്നെ ഹൾക്കിൻ്റെ ദേഷ്യമൊക്കെ മാറ്റി പുള്ളിക്കാരനെ ഒന്ന് ഹാപ്പിയാക്കുവാൻ ഈ ടൗണിൽ കൊണ്ടുവന്ന് കുറച്ച് ആഹാരം മേടിച്ചു കൊടുക്കുവാൻ താൻ തീരുമാനിച്ചുവെന്നും പക്ഷേ അത് താൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായി പോയെന്നും സ്പൈഡർമാൻ അവരോട് പറയുകയാണ്.